മൊബിലിറ്റി എക്സർസൈസ് ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് സ്ലോലി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഏകദേശം 5 കൊല്ലമായി UAE പേഴ്സണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ ബിസി ഷെഡ്യൂൾ മൂലം ജിമ്മിൽ വരാൻ പറ്റാത്തവർ, ഇല്ലെങ്കിൽ ഒരു എക്സർസൈസും ഫോളോ ചെയ്യാൻ പറ്റാത്തവർ. അതേപോലെ തന്നെ ജിമ്മിൽ വരുന്ന ക്ലയൻസിനും എനിക്കറിയാം, അതേപോലെ തന്നെ വരാൻ പറ്റാത്ത അവരുടെ ബിസി ഷെഡ്യൂളും വർക്ക് ഷെഡ്യൂളും കൊണ്ടും വരാൻ പറ്റാത്ത കുറച്ച് ക്ലയൻസിനെയും എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ളവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സർസൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല ബിസി ലൈഫിൽ ജീവിക്കുന്നവർക്ക്. അപ്പോൾ അവരുടെ വർക്ക് കൊണ്ടാവാം, അവരുടെ മറ്റു പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ ഏകദേശം അവരുടെ ബോഡി എല്ലാം സ്റ്റിഫായിട്ടുണ്ടാവും, അവരുടെ മസിൽസ് സ്റ്റിഫായിട്ടുണ്ടാവും, അവർക്ക് ജോയിൻറ്റ് പെയിൻ ഉണ്ടാവും, അവരുടെ റേഞ്ച് ഓഫ് മോഷൻ, അതായത് അവരുടെ മൂവ്മെൻറ്റ്സിന് സ്പീഡ് കുറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് മൂവ്മെൻറ്റ് അവരുടെ ശരീരത്തിന് പഴയതുപോലെ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ളവർക്കായിട്ട് ഒരു 5 മൊബിലിറ്റി എക്സർസൈസ് ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 5 ഈസി ബോഡി വെയിറ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു 5 മൊബിലിറ്റി എക്സർസൈസ് ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഈ 5 മൊബിലിറ്റി എക്സർസൈസ് നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം, ഓഫീസിലോ വീട്ടിലോ. അതേപോലെ തന്നെ ഈ ഒരു എക്സർസൈസ് ചെയ്യണതിന് യാതൊരുവിധ പരിധിയില്ല. അതുകൊണ്ട് ബോഡി വെയിറ്റ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് ഇഞ്ചുറി വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ എക്സർസൈസിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്കും ചെയ്യുക. ഇതേപോലെ ഒരു മാറ്റ് വിരിക്കാൻ ഒരു സ്പേസും ഇതേപോലത്തെ ഒരു മാറ്റും നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ മൊബിലിറ്റി എക്സർസൈസുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് 90-90 എന്ന് പറയുന്ന ഒരു മൊബിലിറ്റി എക്സർസൈസ് ആണ്. അപ്പോൾ നോക്കുക. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൈ രണ്ടും ബാക്കിൽ പ്ലേസ് ചെയ്തതിന് ശേഷം ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു എക്സർസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാറ്റ് ആൻഡ് ക്യാമൽ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നോക്കുക. ക്യാമൽ നല്ല രീതിയിൽ ഷോൾഡർ ബ്ലേഡ് അപ്പ് ചെയ്തതിന് ശേഷം ബ്രീത്ത് ഔട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഡൗൺ ചെയ്യുക. നെക്സ്റ്റ് ത്രെഡ് ടു നീഡിൽ എന്ന് പറഞ്ഞ ഒരു മൊബിലിറ്റി എക്സർസൈസ് ആണ്. അപ്പോൾ നോക്കുക, ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഈ ഒരു ആംസ് താഴേക്ക് ബെൻഡ് ചെയ്യുക, മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. അതിനുശേഷം സ്ലോലി ബാക്കോട്ട് പുഷ് ചെയ്യുക. പുഷ് ചെയ്യണ സമയത്ത് ബ്രീത്ത് ഔട്ട്. അടുത്ത മൊബിലിറ്റി എക്സർസൈസ് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സർസൈസ് ആണ് ചൈൽഡ് പോസ്, ചൈൽഡ് ടു കോബ്ര. അതാണ് ഈ ഒരു പോസിൻ്റെ പേര്. അപ്പോൾ നിങ്ങളുടെ കാലുകൾ മടക്കിയിട്ട് ഇതേപോലെ പുഷ് ചെയ്യുക. പുഷ് ചെയ്ത് ഇതേപോലെ ഹോൾഡ് ചെയ്ത് നിന്നതിന് ശേഷം മാക്സിമം ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതേപോലെ തന്നെ അവിടെ നിന്ന് സ്ട്രൈറ്റ് കോബ്ര പോസിലേക്ക് പോവുക. ബ്രീത്ത് ഔട്ട്. Again child pose. Again cobra pose. അപ്പോൾ ലാസ്റ്റായിട്ട് ചെയ്യുന്നൊരു സ്ട്രെച്ചാണ് ഹിപ്പ് ടു ഹാംസ്ട്രിങ്. അപ്പോൾ നോക്കുക, ഇതേപോലെ ചെയ്യുക. നിങ്ങളുടെ കാല് ഇതേപോലെ ഈ ഒരു ആംഗിളിൽ വെച്ചതിന് ശേഷം ഹിപ്പ് മസിൽസ് മാക്സിമം ഫോർവേഡ് സ്ട്രെച്ച് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഹിപ്പിലേക്ക് അഗെയിൻ. അപ്പോൾ ഈ ഒരു 5 ഡ്രില്ല് നിങ്ങൾ മാക്സിമം, നിങ്ങൾ ബിസി ഷെഡ്യൂളാണ്, നിങ്ങൾക്ക് ജിമ്മിൽ വരാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് എടുക്കുന്ന ഈ ഒരു സ്ട്രെച്ചുകൾ ഏകദേശം ഒരു 45 സെക്കൻഡ് വെച്ചിട്ട് 3 പ്രാവശ്യം വെച്ച് എവറി എക്സർസൈസ് 45 സെക്കൻഡ് ഇൻറ്റു 3 എന്നുള്ളൊരു റേഞ്ചിൽ നിങ്ങൾ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ ശരീരത്തിലെ മസിൽസിൻ്റെ സ്റ്റിഫ്നെസ്, അതേപോലെ തന്നെ ജോയിൻറ്റ് പെയിൻ, നിങ്ങൾ ഒരുപാട് ഓഫീസിൽ ഇരുന്നിട്ടുണ്ടാകുന്ന നിങ്ങളുടെ ബാക്ക് പെയിൻ പ്രോബ്ലങ്ങൾ, അതേപോലെയുള്ള പ്രോബ്ലങ്ങളൊക്കെ ഏകദേശം കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റിയ ജിമ്മിൽ പോവുക, ഏകദേശം ഒരു പേഴ്സണൽ ട്രെയിനറിൻ്റെ കൂടെ ചെയ്യാൻ പറ്റിയാൽ ബെറ്റർ ആയിരിക്കും. ഇനി അതിന് സാധിക്കാത്തവർ മാത്രം വീട്ടിലോ ഓഫീസിലോ ഇതേപോലുള്ളൊരു മൊബിലിറ്റി ഡ്രില്ല് ട്രൈ ചെയ്യുക. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഭേദമാണ് എന്തെങ്കിലും ചെയ്യുന്നത്.
ആ ഒരു കൺസെപ്റ്റിൽ മാത്രം ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.